കാലിക്കറ്റിൽ പുതിയ കമ്പനി ലോഞ്ച് ചെയ്തു. പാലക്കാട് വരുന്ന കമ്പനി, തൃശ്ശൂർ പുതിയ കമ്പനി റൈസ് ചെയ്തു. പുതിയ ലൊക്കേഷൻസ് വേറെയും വരുന്നു. അപ്പം കേരളത്തിലും വളരെ അധികം എന്ത് ചെയ്യുന്നു, മെഡിക്കൽ കോഡിങ്ങിലെ ബൂം വർദ്ധിക്കുന്നു. അപ്പം യൂറോപ്യൻ കണ്ടുള്ള UK നമ്മുടെ സ്റ്റുഡൻറ്റ് ജോലി കിട്ടിയ സമയത്ത് ആ പറഞ്ഞ സന്തോഷം നടന്നത് 2024. ഹായ് ഗൈസ്, 2024 മെഡിക്കൽ കോഡിങ്ങിനെ ശരിക്കും ഞെട്ടിച്ചൊരു വർഷം തന്നെയാണ്. ജനുവരി 1 മുതൽ ഇന്നലെ ഡിസംബർ 31 വരെ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ നമ്മുടെ കടയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിയൊരു വർഷമാണ്. നമ്മളിത് എത്തുന്ന ഓരോ സ്റ്റുഡൻറ്റും, ഗ്രാജുവേറ്റഡ് ആയിട്ട് എത്തുന്ന ഓരോ സ്റ്റുഡൻറ്റും വളരെ എളുപ്പത്തിൽ ഒരു 3 month ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ഡ്യൂറേഷനിൽ കരിയർ സെറ്റ് ചെയ്യാമെന്ന ആസ്പെക്ട്സിലാണ് അവരെത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 3 months സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ 3 month അല്ലെങ്കിൽ 4 or 6. അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യണം, ജോബ് വേണം എന്നുള്ള ആസ്പെക്ട്സാണ് ഒരുപാട് പേര് വരുന്നത്. അവർ കരിയർ ഡെവലപ്പ് ചെയ്യണം. ഇപ്പം ഇന്നലെ ഈ ഡിസംബർ 31 വരെ കഴിഞ്ഞ വർഷത്തെ പ്ലേസ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡ് നമ്മളിത് പറയുന്നത് 1118 ആണ്. 1118 സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ വർഷം ഈ 2024 പ്ലേസ്മെൻറ്റ്സ് നടത്തും. അപ്പം വളരെ എന്താ പറയുക, ഗാഡിയുടെ പ്ലേസ്മെൻറ്റ് ട്രാക്കിൽ വളരെയധികം എന്താ പറയുക ഹാപ്പിയാണ്. പിന്നെ അക്കാദമിക് കുട്ടികൾ എന്നൊക്കെ അറിയാമല്ലോ, എല്ലാ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രീമിൽ നിന്ന് ആൾക്കാർ വരുന്ന മെഡിക്കൽ കോഡിങ് പഠിക്കാൻ. അക്കാദമിക് സൈഡിൽ നമ്മൾ പറഞ്ഞതുപോലെ BA ഇംഗ്ലീഷ് കഴിഞ്ഞ നമ്മുടെ സ്റ്റുഡൻറ്റ് 98% CPCയിൽ സ്കോർ അച്ചീവ് ചെയ്തൊരു വർഷം കൂടിയാണ് 2024. അപ്പം ഗ്ലോബൽ ടോപ്പറായിട്ട് നോൺ ലൈഫ് അല്ലേ, ഏതൊരു സ്ട്രീമിൽ നമ്മൾ പറയുന്നത് ഏത് സ്ട്രീമിൽ പഠിക്കുന്ന പറഞ്ഞ പോലെ അവർക്കുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അപ്പോൾ 98% സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം അതും നടന്ന വർഷമാണ് 2024. അപ്പോൾ ഇതും ഒന്നുമല്ലാതെ 2024 സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കുറേ ചേഞ്ചസ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, കമ്പാരിറ്റീവ്ലി കേരളത്തിൽ അല്ലേ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ കുറവായിരുന്നു മുന്നേ വർഷങ്ങളിലൊക്കെ. ഇപ്പം ഈ അടുത്തായിട്ട് എന്താ പറയുക, കഠിനസരി പുതിയ കമ്പനികൾ കേരളത്തിലോട്ടേക്ക് വരിക. മെഡിക്കൽ കോഡിങ് മാത്രമല്ല, അതർ കമ്പനികളൊക്കെ പുതുതായിട്ട് വരുന്നു. ഇപ്പം മെഡിക്കൽ കോഡിങ്ങിനെ സംബന്ധിച്ച് സ്പെഷ്യലായിട്ട് എന്താ പറയുക, കൂടുതൽ കമ്പനികൾ വ്യത്യസ്തമായുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കേരളത്തിലെ കൊച്ചി, കാലിക്കറ്റും പാലക്കാട് പുതിയ ലൊക്കേഷൻസിലേക്ക് അവരെന്ത് ചെയ്യുന്നു, കമ്പനികൾ ലോഞ്ച് ചെയ്യും, കൂടുതൽ ഹയറിങ്സ് നടത്തുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 1118 എന്ന് പറയുന്ന നമ്പർ കേരളത്തിൽ കാലിക്കറ്റിൽ ഒരു കമ്പനി വന്ന സമയത്ത് ഏകദേശം 150+ സ്റ്റുഡൻസിനെ നമ്മൾ ഗാർഡിയൻ്റെ സൈഡിൽ നിന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. അതും നടന്നത് 2024. അതുപോലെ തന്നെ അല്ലേ, നമുക്കറിയാലോ നമ്മുടെ അടുത്തുന്ന സ്റ്റുഡൻസ് വ്യത്യസ്തമായ ഏരിയകളിൽ നിന്ന് വന്നിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്ന കരിയർ ഡെവലപ്പ് ചെയ്യാൻ അവർ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമായിട്ടായിരിക്കും. ഇന്ത്യയിലും ആഗ്രഹിക്കുന്നവരുണ്ടാവാം, പിന്നെ പുറത്തോട്ടേക്ക് പോകേണ്ട ആളുകളുണ്ടാവാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, അവർക്ക് വ്യക്തമായ ട്രെയിനിങ് കൊടുത്ത് പ്ലേസ്മെൻറ്റ് നൽകിയിട്ട് അവർ മുന്നോട്ടേക്ക് ഗൈഡ് ചെയ്യുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, പല ആൾക്കാർ എക്സ്പീരിയൻസ് ഒക്കെ ആക്കിയിട്ട് പുറത്തോട്ടേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം GCC രാജ്യങ്ങളിൽ ജോബ് കിട്ടിയ ആൾക്കാരുടെ എണ്ണവും ഈ വർഷം 2024 കൂടുതലാണ്. അപ്പം പല രാജ്യങ്ങളിലും GCCയിൽ പല രാജ്യങ്ങളിലും എന്താ പറയുക, സൗദി ഉൾപ്പെടെയുള്ള ഖത്തർ, UAE മേജർ കൺട്രിയാണ്, ബഹ്റൈൻ, ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം GCCയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം UK ഉൾപ്പെടെ ക്ലിനിക്കൽ കോഡർ പോസ്റ്റിലോട്ടേക്ക് സ്റ്റുഡൻറ്റ് ജോബിന് കയറി. അപ്പം അതൊക്കെ നടന്ന വർഷമാണ് 2024. അപ്പം 2024 സംബന്ധിച്ചിടത്തോളം പുതിയ ഞാൻ പറഞ്ഞില്ല, പുതിയ കമ്പനികൾ വന്നു, പിന്നെ നമ്മുടെ പ്ലേസ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡ് നടന്നു. GCC പോലെ തന്നെ നമ്മൾ പറയുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ കൺട്രീസിൽ ജോബിൻ്റെ കാര്യം. അപ്പം യൂറോപ്യൻ കണ്ടുള്ള UK നമ്മുടെ സ്റ്റുഡൻറ്റ് ജോലി കിട്ടിയ സമയത്ത് ആ പറഞ്ഞ സന്തോഷം നടന്നത് 2024. ക്ലിനിക്കൽ കോഡറായിട്ട് ഒരാൾ ജോലി കിട്ടിയ സന്തോഷം പല ആൾക്കാർ പല സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയാറുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പ്ലേസ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഈ 1118 എന്ന് പറയുന്ന നമ്പർ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, എത്തുന്ന സ്റ്റുഡൻറ്റിന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് പ്ലേസ്മെൻറ്റ്. അപ്പം അത് നമുക്ക് ഈ ഒരു ഡിസംബർ 31 വരെയുള്ള ഇന്നലെ വരെയുള്ള സമയത്ത് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2024 അത്രയും ഹയറിങ്സ് നടന്നിട്ടുണ്ട്. ഒരു കമ്പനികൾ 137 ടൈം ആയിട്ട് എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, പല സമയമായിട്ട് അവരെന്ത് ചെയ്തു, റിക്രൂട്ട്മെൻറ്റ് നടത്തി. അങ്ങനെയാണ് ഇപ്പം ജോബ് ഡ്രൈവുകൾ കണ്ടക്ട് ചെയ്യുന്നത്, നിരവധി ജോബ് ഡ്രൈവുകൾ കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്താ കമ്പനികളിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത് പകരം ഡ്രൈവായിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പം അതും നടന്ന വർഷം കൂടിയാണ് 2024. 2024 സംബന്ധിച്ചിടത്തോളം കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും എന്താ പറയുക, ഞെട്ടിച്ചൊരു വർഷം തന്നെയാണ്. ഇത്രയും പ്ലേസ്മെന്റ് HCCയിലുള്ള ഭയങ്കര ബൂമിങ്, ഒരുപാട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഇന്ത്യ ഉൾപ്പെടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്കും വരുന്നു. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ കാലിക്കറ്റിൽ പുതിയ കമ്പനി ലോഞ്ച് ചെയ്തു, പാലക്കാട് വരുന്ന കമ്പനി, തൃശ്ശൂർ പുതിയ കമ്പനി റൈസ് ചെയ്തു, പുതിയ ലൊക്കേഷൻസ് വേറെയും വരുന്നു. അപ്പം കേരളത്തിലും വളരെ അധികം എന്ത് ചെയ്യുന്നു, മെഡിക്കൽ കോഡിങ്ങിലെ ബൂം വർദ്ധിക്കുന്നു. സത്യത്തിൽ കേരളത്തിൽ പുതിയ പുതിയ കമ്പനികളൊക്കെ വന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് പലരും ആദ്യമായി ചോദിക്കുന്നതാണ്, നാട്ടിൽ പ്ലേസ്മെന്റ് ഉണ്ടോ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2024 കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുതിയ കമ്പനി വന്ന സമയത്ത് ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ സ്റ്റുഡൻസിന്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ലൈഫിൽ ആ ഒരു ചേഞ്ചും കൂടെ ഉണ്ട്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് സെപ്റ്റംബർ 31 വരെയുള്ള എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് പ്ലേസ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കംപ്ലീറ്റഡ് അല്ല, ഇപ്പം 25ലേക്ക് കിടക്കുകയാണ്. ഇപ്പോഴും ഹയറിങ്, പുതിയ കമ്പനികൾ ഇന്നും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഹയറിങ്ങുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ജോബിന്റെ കാര്യത്തിൽ എന്താ പറയുക, ആ പാർട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, മുന്നോട്ടേക്കുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്താൽ മതി. പ്ലാൻ ചെയ്യുക, കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കോഴ്സ് എടുത്ത് 3 months സ്പെൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ കാര്യം ആരംഭിക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കാര്യം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഞാൻ പറഞ്ഞല്ലോ, ട്രാക്ക് റെക്കോർഡ് നിങ്ങൾക്ക് പരിശോധിക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. യൂട്യൂബിലൊക്കെ അതിനെ അസോസിയേറ്റ് ചെയ്തുള്ള വീഡിയോസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻറ്റ് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക, മാരേജ് റെഡി ആവുന്നു. മാരേജും അവരുടെ ലൈഫും അവരൊരുമിച്ച് എന്താ പറയുക, കരിയറും എല്ലാം അവരൊരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അവർ മുന്നോട്ടേക്ക് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സമയത്തും ഇതിനൊക്കെ എന്താ പറയുക, ഒരു കാരണമായി തീരുന്നതിൽ നമുക്ക് എന്താ പറയുക, അതിയായ സന്തോഷമുണ്ട്. 3 വർഷം ഡിഗ്രി പഠിച്ചിട്ട് നമ്മുടെ അടുത്ത് അവരാകെ സ്പെൻഡ് ചെയ്യുന്നത് 3 മാസമാണ്. എന്നിട്ട് പോലും അവരുടെ ലൈഫിൽ വരുന്ന എല്ലാ അച്ചീവ്മെൻറ്റ്സിനും നമ്മളെയും കൂടെ അവരെ ഇൻഫോം ചെയ്യാം. അവരുടെ പ്ലേസ്മെൻ്റ് ആണെങ്കിലും എന്താ പറയുക, അവർ മുന്നോട്ടേക്ക് ജോബ് ചേഞ്ച് ചെയ്യുന്നതിലാണെങ്കിലും പുതിയ രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിലാണെങ്കിലും ഒരു മാരേജ് ആണെങ്കിലും ഇതിലൊക്കെ നമ്മളെയും കൂടെ അവർ ഇൻറ്റിമേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മളെ അത്രയും എന്താ പറയുക, അത്രയും അറ്റാച്ച്ഡ് ആയിട്ടാണ് ഗാർഡിയൻസ് എന്ത് ചെയ്യുന്നത്. അവരുടെ സ്റ്റെപ്പിൽ ലൈഫിൽ ഓരോ സ്റ്റെപ്പിലേക്കും അവർ നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കുന്നു. അപ്പം അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, വളരെ ഹാപ്പിയാണ്. അവരുടെ ലൈഫ് ഇതുപോലെ തന്നെ വളരെ കളറായിട്ട് എന്ത് ചെയ്യട്ടെ, വളരെ നല്ല രീതിയിൽ നല്ല ഹാപ്പിനെസ്സോട് കൂടി തന്നെ എന്ത് ചെയ്യട്ടെ, മുന്നോട്ടേക്ക് പോകട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാ ഗാർഡിയൻസിനും എല്ലാവർക്കും ഈ 2025 പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ എന്താ പറയുക ചേഞ്ചസ് എല്ലാ കാര്യങ്ങളിലും എന്താ ചെയ്യട്ടെ, ലൈഫിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താണോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്, നിങ്ങൾ ഈ ഒരു വർഷത്തിലേക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് പ്ലാൻ ചെയ്യുന്നത്, അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും 2025 നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത് എല്ലാം ഒരുമിച്ച് ആസ് എ ടീമായിട്ട് നമുക്ക് എന്താ ചെയ്യാം, നിങ്ങളുടെ എല്ലാ എന്താ പറയുക മുന്നോട്ടേക്കുള്ള ഇതിലും ഓരോ സ്റ്റെപ്പിലും തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വൺസ് അഗെയിൻ ഈ ഒരു പുതുവർഷം പറഞ്ഞ പോലെ സന്തോഷത്തിൻ്റെയും എല്ലാം എന്താ പറയുക, പുതിയ കാര്യങ്ങൾ നടക്കുന്ന ഹാപ്പിനെസ്സോടുകൂടിയുള്ള ഒരു ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ടേക്ക് കെയർ ആൻഡ് ബൈ.